ഏത് നേരം ഇങ്ങനെ ഉണ്ട് ഒരു വായന? നീ ഇങ്ങനെ അടുക്കള കയറിയിരുന്ന ഞാൻ പിന്നെ എന്തോ ചെയ്യും? എന്തെങ്കിലും ഒരു രസം വേണ്ടേ? ആ ആശയുടെ ട്യൂഷന്റെ കാര്യത്തിൽ എന്താ പറയണ്ടേ? ആശയുടെ ട്യൂഷൻ? ഇതിനിടെ ആശയ്ക്ക് ട്യൂഷൻ? നാളെ മുതൽ വരാൻ പറയട്ടെ. എനിക്ക് പറ്റില്ല. ഒഴിവുള്ളപ്പോ വല്ലതും പറഞ്ഞു കൊടുത്താൽ മതിയെന്നേ. നിനക്കെന്താ ഇത്ര നിർബന്ധം? ആ കുട്ടി എന്തോ എനിക്കിഷ്ടം. ഓ, എന്നാലേ എനിക്ക് ഈ കുട്ടിയാണ് ഇഷ്ടം. കാപ്പി. ആശയ്ക്ക് കാപ്പി കൊടുത്തോ? ദോശക്കല്ലേ, അത് എപ്പോഴേ അരച്ചു വെച്ചല്ലോ. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. അതിന് എന്നോട് ദേഷ്യപ്പെട്ടെന്ത് കാര്യം? നിങ്ങൾ ആ കുന്തമെടുത്ത് ചെവി വെക്കുന്നുണ്ടോ? ഓ, ഇത് വെച്ചാ ഒരു ചൊറിച്ചില്ല, സഹിക്കാൻ വയ്യ. നിങ്ങളുടെ പൊട്ടത്തരം മറ്റുള്ളവർ സഹിക്കണമെന്നാവും. ഇപ്പൊ കേക്കാം, പറഞ്ഞോളൂ. ആശയ്ക്ക് കാപ്പി കൊടുത്തോന്നാ ഞാൻ ചോദിച്ചത്. ഒന്നും കഴിച്ചില്ല, രാത്രിയിലും ഒന്നും വേണ്ടെന്നാ പറഞ്ഞേ. വീട്ടിൽ ഇറച്ചിയും മീനും കഴിച്ച് ശീലിച്ച കുട്ടിയല്ലേ. ഇവിടത്തെ ചിട്ടകളൊക്കെ ഇഷ്ടാവോ? ഇഷ്ടമായിക്കോളൂ. അവളെ വിളിക്കൂ. ഇവിടെ ഇല്ല, അപ്പുറത്തേക്ക് പോയിരിക്കാം. Okay, it's good. We will try rolling. See the bridge? We will try rolling. See, look. From here to run. Right leg up and shoot. From here, right leg up, shoot. Okay? Did you try? Okay, it's good. Come on. Come on. To see. Fast. Then you take the left leg. Okay? Right. Come on. Right leg up. Shoot! Hey, what happened? Come on, get up. Into it. Into it. Hey? What happened? Hey, it's all right. Stretch your leg. Stretch. Hello, it's what I... Like this. Okay. Okay? Okay, come on. See now, only 3, 5. We'll try for 3 now, okay? എന്താ എപ്പോഴും ഇങ്ങനെ വീഴുന്നേ? Come on, you try first. വരൂ. നീ എന്താ ഇങ്ങനെ മൂടിയായിട്ടിരിക്കുന്നത്? വല്ലോ പറ. ഞാൻ പറഞ്ഞാലുണ്ടല്ലോ ഏറും. എന്നുവെച്ചാൽ ഉണ്ണിക്ക് നാണമില്ലല്ലോ കണ്ട പെണ്ണുങ്ങളുടെ തൊടയൊക്കെ തടയി കൊടുക്കാൻ. അതിനെന്താ ഇത്ര നാണിക്കാൻ? എന്റെ ജോലിയുടെ ഭാഗമല്ലേ? അല്ലെങ്കിൽ തന്നെ ഒരു പെൺകുട്ടിയുടെ തൊടയിൽ തൊട്ടു. എന്താ ഇത്ര കുഴപ്പം? ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നെങ്കിലേ ഒരു പെണ്ണിന്റെ എവിടെയൊക്കെ തൊടേണ്ടി വന്നു. നിന്റെ മീനസ് എനിക്ക് ഇഷ്ടപ്പെടാത്ത. എനിക്ക് ഉണ്ണിയുടെ ഈ പ്രവൃത്തി വെറുതെ അല്ല ഉണ്ണി ഈ പ്രൊഫഷൻ തന്നെ തെരഞ്ഞെടുത്തത്. ഇവിടെ ആവുമ്പോ തൊടാനും തലോടാനൊക്കെ സൗകര്യം കുറച്ച് കൂടുമല്ലോ. അതിനെനിക്ക് പ്രത്യേക ജോലിയുടെ ആവശ്യമൊന്നുമില്ല. എന്റെ ഈ പേഴ്സണാലിറ്റി ഉണ്ടോ ഏത് വേണ വീഴാത്തത്? കണ്ടുവല്ലോ. കണ്ടുകൊണ്ടായില്ല, ആ സുഖം അനുഭവിച്ചറിയണം. നീ എന്നെ ഇതുവരെ അനുഭവിച്ചിട്ടുണ്ടോ അങ്ങനെ തൊടാൻ? അതുകൊണ്ട് സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഞാൻ തൊടും. സൗകര്യം കിട്ടുമ്പോഴൊക്കെ കണ്ട പെണ്ണുങ്ങളുടെ കാലം തൊടേ തടയി കൊടുക്കും അല്ലേ? കൊടുക്കും. തടയി കൊടുക്കോ? കൊടുക്കും. കൊടുക്കോ? കൊടുക്കും. കൊടുക്കോ? കൊടുക്കും. കൊടുക്കും. സൗകര്യം കിട്ടുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ കൊടുക്കും. എന്നെ കൊല്ലുന്നേ. ഇത് കണ്ടോ ചേച്ചി? അവള് മാന്ത കയറിയതാ. പിന്നെ എന്റെ മുടി പിടിച്ച് വലിച്ചു, എന്നെ അടിച്ചു, ഇടിച്ചു, കല്ലെടുത്തെറിഞ്ഞു. എന്താ ഇതിന്റെ അർത്ഥം? ആശയ്ക്ക് ഉണ്ണികൃഷ്ണനെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന്. സ്നേഹം കൂടിയത് കൊണ്ടുള്ള കുഴപ്പമായത്. പിന്നെ ഇങ്ങനെ സ്നേഹിക്ക? ഇത് ഭ്രാന്ത. ചേച്ചിക്ക് അറിയത്തില്ല, ബാംഗ്ലൂരിൽ വെച്ച് ഇത് തന്നെയായിരുന്നു. ആവശ്യമില്ലാത്തതിനൊക്കെ വഴക്കിടുക. എത്രന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ സഹിക്കാം. ഇന്ന് എനിക്ക് ഒറ്റ വീക്ക് വെച്ച് കൊടുക്കാൻ തോന്നി. ഇപ്പൊ എന്താ വേണ്ടേ? ആശയെ കാണണം. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവള് വരത്തില്ല. ശരിയാക്കാം. മോളെ ആ ചേച്ചി വിളിച്ചോണ്ടൊരു. ചേച്ചി, അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. ഷീസ് വെരി പോസസീവ്. അതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് ബസ് സ്റ്റാൻഡ് വരെ പിന്നാലെ പോയത്. അവിടെ വെച്ച് എത്ര ഉച്ചത്തിൽ എന്നെ ഷൗട്ട് ചെയ്യുന്നറിയാം. കോളേജ് സ്റ്റുഡൻസ് മുഴുക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആകെ വഷളായി. എല്ലാറ്റിനും ഒരു ലിമിറ്റ് വേണ്ടേ ചേച്ചി? ചേച്ചി ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ശരി, വരട്ടെ, പറയാന്നേ.
ഉണ്ണീഷ്ണൻ എവിടെയാ താമസിക്കുന്നത്? ഞാൻ യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിലാ. പിന്നെ എന്നെ ഉണ്ണിന്ന് വിളിച്ചാൽ മതി. ഇല്ലെങ്കിൽ മിസ്സസ് കൃഷ്ണപിള്ള എന്ന് എനിക്ക് അങ്ങോട്ട് വിളിക്കേണ്ടി വരും. അയ്യോ, അതേതായാലും വേണ്ട, ഞാൻ ഉണ്ണീന്ന് വിളിച്ചോളാം. അല്ല, ഉണ്ണീഷ്ണൻ സോറി, ഉണ്ണിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മയില്ല, പിന്നെ ആരുണ്ടായിട്ടെന്താ? അമ്മ എന്റെ ചെറുപ്പത്തിലെ മരിച്ചുപോയി. അച്ഛൻ മിലിറ്ററി വേറായിരുന്നു. ഈയിടെ അങ്ങനെ വേറെ കല്യാണം കഴിച്ചു. ആശയെ ബാംഗ്ലൂരിൽ വെച്ചാണോ പരിചയപ്പെട്ടത്? ആശ ഒന്നും പറഞ്ഞില്ലേ? ഉവ്വ് ഉവ്വ്. ആ, ചേച്ചി എന്നെ വിളിച്ചോ? ഞാനോ? വിളിച്ചാളതേ ഇരിക്കുന്നു. ഇയാളെന്താ ഇങ്ങോട്ട് വന്ന്? ഇവിടെ വരാൻ നിന്റെ സമ്മതം വേണോ? വേണ ചേച്ചി? രണ്ടുപേരിങ്ങനെ വഴക്കിട്ടുണ്ടാ വരുന്നെങ്കിൽ വേണം, അല്ലെങ്കിൽ തമ്മിൽ പറഞ്ഞു തീർത്തോളൂ. വേണം. എവിടെ നോക്കട്ടെ? വേണ്ട, കാണിക്കുന്നേ. ഞാൻ പറയുന്നൊന്ന് കേട്ടുകൂടെ? എന്താ നിങ്ങക്ക് പറയാനുള്ളത്? ആ വസ്തു വിൽക്കുന്ന കാര്യം നല്ല വിലയാ പറയുന്നത്. വാടക കെട്ടിടങ്ങൾ അവിടെ നിൽക്കട്ടെ, ബാക്കി അവിടെയും ഇവിടെയും നോക്കാൻ ആളില്ലാതെ എന്തിനാ ഇങ്ങനെ ഇട്ടിരിക്കുന്നേ? കണ്ടവര് കയ്യേറി നശിപ്പിക്കല്ലേ ഉള്ളൂ. നശിക്കട്ടെ, എല്ലാം നശിക്കാനുള്ളത് തന്നെയല്ലേ. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ഞാനിത് വെറുതെ കുട്ടിയോടൊരു കാര്യം ചോദിക്കാനാണ് ഞാൻ വന്നത്. 6-7 വർഷമായി ഞാനിവിടെ താമസിക്കുന്നു. ഇതുവരെ അയൽവക്കക്കാരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. കുട്ടി എന്തിനാണ് എപ്പോഴും അയൽവക്കത്തെ കൂടി പോകുന്നത്? ആന്റി, നമ്മൾ അവിടെ പോയാൽ അവരിങ്ങോട്ട് വരും. പിന്നെ അവരെ സ്വീകരിക്കണം, സംസാരിക്കണം. എനിക്കതൊന്നും ഇഷ്ടമല്ല. ആന്റി, ഞാനവിടെ പോകുന്നത് ട്യൂഷന് വേണ്ടിയാണ്. പ്രൊഫസർ നന്നായി ഇംഗ്ലീഷ് പഠിപ്പിക്കും. അദ്ദേഹത്തോട് ഇവിടെ വന്ന് പഠിപ്പിക്കാൻ പറയണം. ഫീസ് എന്താന്ന് വെച്ചാൽ കൊടുക്കാം. ഞാനത് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പുറത്തുപോയി പഠിപ്പിക്കില്ല എന്ന്. അതുകൊണ്ട് ആന്റി ഞാൻ അവിടെ പോകുന്നത്. ഇരിക്കൂ. ഉണ്ണി വന്ന ഏതായാലും നല്ല സമയത്താ. പ്രസാദം. ചേച്ചി അമ്പലത്തിൽ പോയിരുന്നോ? ഞാനല്ല, ആശയുടെ ആന്റി. അവര് കൊടുത്തേച്ചാ. നിങ്ങളും ലോഹിയ? അവരൊരു മനുഷ്യപ്പറ്റില്ലാത്ത എന്നാ ആശ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവരൊരു പാവ, എടുത്തുകെട്ടിയ ഒരു മുഖം ഉണ്ടെന്നല്ലാതെ ഉള്ള ശുദ്ധവാ. അപ്പൊ കുടുംബത്തോടുള്ള ഷോ ആയിരിക്കും. ആശ ഏതാണ്ട് ഈ ടൈപ്പാണല്ലോ. ഇപ്പൊ ചേച്ചി ചിലപ്പോ ഇളകിയ ചവിട്ടും മാന്തലും തൊഴിയും സഹി എടുത്ത് കളയും മനുഷ്യരെ. ബട്ട് ഇൻസൈഡ് ഷീ ഈസ് സോഫ്റ്റ് ആൻഡ് സ്വീറ്റ്. പ്രസാദം തൊടൂ. എന്താ ഉണ്ണിക്ക് ഇതിലൊന്നും വിശ്വാസമില്ലേ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ഞാൻ ഓർക്കായിരുന്നു ചേച്ചി. കുട്ടിക്കാലത്ത് നാട്ടിലെ വയൽവരമ്പത്തൂടെ അമ്മയുടെ വിരലിൽ തൂങ്ങി അമ്പലത്തിൽ പോയിരുന്നൊരു കാലം. ഓർക്കാനിപ്പം അതൊക്കെ ഉള്ളൂ. 4 കെട്ടും പടിപ്പുരയും തോടും പുഴയും കൈതക്കാടും. അവിടെ അമ്മയോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങൾ. എനിക്ക് 7 വയസ്സുള്ളപ്പം അമ്മ മരിച്ചേ. എന്നാൽ ഇപ്പോഴും ആ രൂപം എന്റെ മനസ്സിൽ നിന്ന് വാങ്ങിയിട്ടില്ല. ആദ്യം ഞാൻ ചേച്ചിയെ കണ്ടപ്പോ ചോദിച്ചില്ലേ, എവിടെയോ കണ്ടു പറഞ്ഞ മുഖം പോലെയെന്ന്. എന്റെ അമ്മയുടെ അതേ ഛായ ചേച്ചിക്ക്. ആ ശബ്ദം പോലും. ചിലപ്പോഴൊക്കെ എനിക്ക് ചേച്ചിയെ അമ്മയെന്ന് വിളിക്കാൻ പോലും തോന്നിയിട്ടുണ്ട്. പ്രസാദം തൊടു. എവിടുന്ന് കിട്ടി? പറയില്ല. മഹാവി, നീ ആ സാധു സ്ത്രീയെ പറ്റിച്ചായിരിക്കും നിന്റെ ആന്റിയെ. ആന്റി എന്തിനു പറ്റിക്കണം? ചോദിച്ചാൽ തരുമല്ലോ. പിന്നെ ഉണ്ണി വിചാരിക്കുന്ന പോലെ എന്റെ ആന്റി അത്ര പാവമൊന്നുമല്ല. ഫിക്സഡ് ഡെപ്പോസിറ്റ് തന്നെ ഉണ്ട്, ലക്ഷങ്ങൾ. ഇതേ എന്റെ അച്ഛൻ തന്നതാ, പോക്കറ്റ് മണി. നീ ഭാഗ്യവതി. നമുക്കിന്ന് ഹോട്ടൽ റെക്സ് പോണം. ഉണ്ണിക്ക് തന്തൂരി ചിക്കൻ ഇഷ്ടമല്ലേ? ഇഷ്ടമൊക്കെയാ, പക്ഷെ ഇന്ന് പറ്റില്ല. നാളെ പോ. ഇന്ന് തന്നെ പോണം. എനിക്ക് ആന്റിയുടെ വീട്ടിലെ പച്ചക്കറി കഴിച്ചു മടുത്തു. എന്നാ ആശ വെക്കോ. എനിക്കിതൊരു മീറ്റിംഗ് ഉണ്ട് 5 മണിക്ക്. എനിക്ക് കേൾക്കണ്ട മീറ്റിംഗ്. അയ്യോ സത്യം, യൂണിവേഴ്സിറ്റി പൈലറ്റ് മീറ്റിന് ഓർഗനൈസിംഗ് കമ്മിറ്റി ഉണ്ട്. പോയിരിക്കാൻ പറ്റില്ല. എങ്കിൽ പോയിക്കോ. ആശേ
ആശേ ഇതാണ് ചേച്ചി ഞാൻ പറഞ്ഞ രുദ്രവീണ. തുടരുന്നല്ലേ പറഞ്ഞത്? തുടരുത്. എന്ത് ഭംഗിയായിരിക്കും. വളരെ പഴയ ചേച്ചി, ഞാൻ പെയിന്റ് ചെയ്യിപ്പിച്ച. ഈ കട്ട വെച്ചാ ഇത് സ്വരസ്ഥാനം കാണിക്കാം. ഹവായൻ ഗിറ്റാറില്ലേ അത് വായിക്കുന്നവല്ലേ, എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇരിക്കുന്നില്ലേ? അയ്യോ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ചേച്ചി യൂണിവേഴ്സിറ്റിയില്. പോകുന്ന വഴിയാണ് ഇവിടെ തരാൻ കയറിയതാ. പറ്റേ അത് തൊടല്ലേ. അപ്പൊ 5 മണിക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാ. ചേച്ചി വരട്ടെ. പോ. ടാറ്റാ. കുട്ടി, ഏതാ ചെറുപ്പക്കാരൻ? ആര്? ഇപ്പൊ ആ പ്രൊഫസറുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയില്ലേ, അയാളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാണോ? അല്ല, 3-4 കൊല്ലായിട്ട് അറിയാം. അപ്പുണ്ണി നേരം എന്താ നിൽക്കുന്നത്? അപ്പുറത്തോട്ട് പോകൂ. കുറച്ചു ദിവസം കൊണ്ട് ഞാനിത് മനസ്സിലാക്കുന്നു, നിങ്ങൾ തമ്മിലുള്ള ഈ അടുപ്പം. വീട്ടിൽ അറിഞ്ഞോണ്ടാണോ ഇതൊക്കെ? അല്ല, ഞാൻ ഡിഗ്രി എടുത്തതിന് ശേഷം അറിയിക്കാമെന്ന് വെച്ചതാ. അതുവരെ ഇതൊക്കെ വേണോ കുട്ടി? കുടുംബത്തിന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? ഇവിടെ താമസം കൊണ്ട് നിനക്കൊരു ചീത്തപ്പേരുണ്ടായാൽ? ഇല്ല ആന്റി, ഐ പ്രോമിസ് യു, ഞാൻ ഒരു ചീത്തപ്പേരും ഉണ്ടാക്കില്ല. ഞങ്ങളുടെ ബന്ധം അത്തരത്തിലുള്ളതല്ല, അതൊരു പ്ലാറ്റോണിക് റിലേഷൻഷിപ്പാണ്. ഏതായാലും അതത്ര നല്ലതല്ല. നീ ചെറുപ്പമാണ്, സൂക്ഷിക്കണം. പൊയ്ക്കോളൂ.